അപ്പോൾ നമ്മുടെ വനിതാരത്നങ്ങൾ നമുക്കിപ്പം തത്സമയം ചേരുകയാണ്. തിരുവനന്തപുരത്ത് തമ്പാനൂർ ബസ് സ്റ്റേഷൻ്റെ ഉള്ളിലാണ്, സെൻട്രൽ സ്റ്റേഷൻ്റെ മുന്നിലാണ് ശരിക്കും ഈ വേദി ഒരുങ്ങിയിരിക്കുന്നത്. മുഖ്യമന്ത്രി 8:30 മണിക്ക് രാവിലെ ഇത് ഉദ്ഘാടനം ചെയ്യും. മേഘന ഈ തമ്പാനൂർ ഡിപ്പോയിൽ നിന്ന് തത്സമയം ചേരുന്നു. മേഘന, പറയൂ. ഗുഡ് മോർണിംഗ് എസ്കെൻ. 8 പതിറ്റാണ്ടാകുന്നു KSRTCയുടെ ആദ്യ രൂപം നിരത്തിലോടാൻ തുടങ്ങിയിട്ട്. അന്നു മുതൽ ഇങ്ങോട്ട് ഇതുവരെ ഒരു സർക്കാരും ചിന്തിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ നടപ്പിലാക്കിയിട്ടില്ലാത്ത ഒരു കാര്യമാണ് സ്ത്രീകൾക്കായി ഇന്ന് ലഭിക്കുന്നത്. എല്ലാ ഓർഡിനറി ബസ്സുകളിലും 3125 ഓർഡിനറി ബസ്സുകളിലും സൗജന്യ യാത്രയാണ് ലഭ്യമാകാൻ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ KSRTC ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെയാണ് സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുകയും ചെയ്യുന്നത്. മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശനാണ് ഈ ബസ്സുകളുടെ ഫ്ലാഗ് ഓഫ് നിർവഹിക്കുക. ഇപ്പോൾ കാണുന്ന ഈ ഒരു സ്റ്റേജ്, അത് വിപുലമായിട്ടുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വിധത്തിലുമുള്ള അത് ഈ ഒരു ആഘോഷമാക്കണം. കാരണം UDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദ്യ ഇന്ദിരാ ഗ്യാരണ്ടിയാണ് നടപ്പിലാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അത് ആഘോഷമാക്കാനുള്ള എല്ലാ തരത്തിലുമുള്ള പരിപാടികൾ അത് കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ആദ്യം 8:30 മണിക്കാണ് ഇവിടെ ഉദ്ഘാടന ചടങ്ങുകളും പൊതുസമ്മേളനവും തുടങ്ങുക. അതിനുശേഷം ഇവിടെ നിന്ന് ഉദ്ഘാടന ബസ് ഇവിടെ നിന്ന് പെരുമാതുറ വരെയാണ് പോവുകയും ചെയ്യുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ ഈ ഒരു ഉദ്ഘാടന ബസ്സിൽ യാത്ര ചെയ്യും. ഇവിടെ നിന്ന് തമ്പാനൂർ മുതൽ സെക്രട്ടേറിയറ്റ് വരെയാണ് യാത്ര ചെയ്യുക. അതിനുശേഷം മുഖ്യമന്ത്രിയും മറ്റു ജനപ്രതിനിധികളും ഈ സെക്രട്ടേറിയറ്റിൽ ഇറങ്ങും. ശേഷം ആ ബസ് പെരുമാതുറയിലേക്ക് യാത്ര തുടരുമെന്നുള്ളതാണ്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ബസ്സിന്റെ ജീവനക്കാർ ആദ്യ ബസ് സൗജന്യ യാത്രയുടെ ആദ്യ ബസ്സിന് വളയം പിടിക്കുന്നതും അതുപോലെ തന്നെ ടിക്കറ്റ് മുറിച്ച് ചരിത്രത്തിലേക്ക് കടക്കുന്നതും 2 സ്ത്രീകളാണ് എന്നുള്ളതാണ്. പെരുമ്പാവൂർ സ്വദേശിയായിട്ടുള്ള ഷീലയും അതുപോലെ തന്നെ തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ജയകുമാരിയുമാണ് ഈ ബസ്സിലെ ജീവനക്കാർ. അവർ വലിയ ആവേശത്തിലാണ്. കാരണം ഇങ്ങനെ ഒരു അവസരം ലഭിച്ചു എന്നുള്ളൊരു ആവേശം അവർക്കുമുണ്ട്. മാത്രമല്ല, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ ആദ്യഘട്ടത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നു എന്ന് ആദ്യ ക്യാബിനറ്റിൽ തീരുമാനിച്ച സമയത്ത് തന്നെ വലിയ ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നു, പല വ്യാഖ്യാനങ്ങളുണ്ടായിരുന്നു. അപ്പോഴും ഗതാഗത മന്ത്രി പറഞ്ഞത് ഉറപ്പായും ജൂൺ 15-ന് ഈ ദിവസം ഈ പദ്ധതി നടപ്പിലാക്കും, അതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സർക്കാരിന്റെ ഒരു അഭിമാന പദ്ധതിയായി തന്നെയാണ് ഈ ഒരു KSRTC ഓർഡിനറി ബസ്സുകളിലെ സൗജന്യ യാത്ര നടപ്പിലാക്കുകയും ചെയ്യുന്നത്. മേഘന മുരളിയാണ് തമ്പാനൂരിലെ KSRTC ഡിപ്പോയിൽ നിന്നും തത്സമയം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.